രണ്ടാമത്തെ കഥയായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ ചിരിച്ചോണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ ഭിത്തിയിൽ തൂങ്ങി എന്ന് കരുതിയ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒട്ടും പഴയതല്ല, ഈ കഴിഞ്ഞ ജനുവരി 20 നടന്ന ഒരു സംഭവമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ ഡേറ്റിൽ ഞാനൊരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അവസാനം അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ്. പക്ഷെ അതിനു മുന്നേ ഇതെല്ലാം സംഭവിക്കാൻ ഒരു കാരണം എന്റെ ഈ താക്കോൽ എവിടെ നിനക്കറിയില്ലേ? മരുന്ന് ഇപ്പോഴല്ല, പിന്നെ അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം. അപ്പൊ എന്റെ കയ്യില്, പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ, അപ്പൊ എന്റെ കയ്യിൽ കാണൂലല്ലോ. നിങ്ങളും എനിക്കും എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലേ മറവി. നമ്മൾ എങ്ങനെയാണ് പൂട്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും സ്ഥിരം വെക്കാത്തടുത്ത് നമ്മൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ പിന്നെ നമ്മൾ കിടന്ന് തപ്പാണ്. തപ്പി ഇറങ്ങി നാട്ടുകാരും വീട്ടുകാരും പോകുന്നവരും വരുന്നവരും ഒക്കെ ചോദിച്ചത് എന്താ നോക്കുന്നത്, താക്കോല് കാണാനില്ലെന്ന് അവരെല്ലാം അറിഞ്ഞു. അപ്പോഴാണ് ഈ പൊത്തിനകത്ത് ഈ സംഗതി കാണുന്ന പാമ്പിനെ പോലത്തെ എന്തോ ഒരു സംഭവം. പിന്നീട് തട്ടി നോക്കിയപ്പോഴത്തേനും അതിന് അനക്കം അത് അരണ ആണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ് വീട്ടിനകത്ത് പോകുന്നു, ചോറ് കഴിക്കുന്നു. പിന്നെ ഒരു സംഭവത്തിൽ ഞാനില്ല. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഒരു ആളൊഴിഞ്ഞൊരു പറമ്പാണ് കേട്ടോ. അതിനകത്തുള്ള ഓണർ അവിടെ ഇല്ല. അപ്പോൾ ഈ പോകുന്നതും വരുന്നതുമായിട്ടുള്ള ഈ വേസ്റ്റ് മൊത്തം കൊണ്ടുവന്ന ആൾക്കാർ എപ്പോഴൊക്കെയോ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അപ്പോൾ ഈ അരണേനെ കത്തിക്കാമെന്ന് കരുതുന്നു. അങ്ങനെ അരണേനെ കത്തിച്ചു തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോഴാണ് ഈ കത്തി വന്നതൊക്കെ ഞാൻ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കിക്കൊണ്ട് നിന്നു. പിന്നെയും കുറെ കഴിഞ്ഞപ്പോഴത്തേനും ഈ കാടങ്ങ് കത്തി തൊട്ടപ്പുറത്ത് നിന്ന തേക്കിന്റെ ഇതുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയത്തില്ല, നിങ്ങൾ നോക്ക് ആ ഒരു സംഗതി. അതിലോട്ട് തീ പിടിച്ചപ്പോഴത്തേനും സംഭവം കൈവിട്ടു പോയി. പിന്നെ ആ പറമ്പ് മൊത്തം ഒരു സൈഡ് ഫുള്ളുമായിട്ട് അങ്ങ് തീ പിടിച്ചു. ഞങ്ങളെല്ലാവരും പേടിച്ചു. അങ്ങനെ തൊട്ട് താഴെ എൻ്റെ വണ്ടി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ച് തീർന്നെന്ന് കരുതി. കാരണം ആ മരത്തിലേക്ക് തീ പിടിച്ച് അതിനെന്തെങ്കിലും സംഭവിച്ച ഈ ലൈൻ കമ്പിയുടെ പുറത്തൂടെ വീഴും. അവിടെ നിൽക്കുന്ന വീടുകളിലേക്കെല്ലാം ബാധിക്കും. ഞങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അതുപോലെ മൈൻഡ് അങ്ങ് ബ്ലാങ്ക് ആയി പോയ കുറച്ച് നിമിഷങ്ങളുണ്ട്. പിന്നെ എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ വെള്ളം ഒഴിക്കുന്നു. അതുകൊണ്ടൊന്നും തീരുന്നില്ല. ലാസ്റ്റ് ഫയർഫോഴ്സ് വന്നു. അവർ വന്നപ്പോഴത്തേനും കുറേയൊക്കെ ഞങ്ങൾ അണച്ച് ഏകദേശമൊക്കെ ആക്കിയ സമയത്താണ് അവരിങ്ങ് എത്തിയത്. എപ്പോഴും സംഭവം നടന്ന് കുറെ കഴിയുമ്പോഴാണല്ലോ ഇവരെ പോലുള്ളവർ എത്തുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഉണ്ടായിരുന്ന ബാക്കി കാര്യങ്ങളും കൂടെ അവർ അണച്ചിട്ട് പറഞ്ഞു. പിന്നെ കുറെ കഴിഞ്ഞ് പുക വന്നാലും നിങ്ങൾ പേടിക്കേണ്ട ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 8-8:30 സമയമായപ്പോഴത്തേനും വീണ്ടും ഒരു സൈഡിൽ നിന്ന് വീണ്ടും തീ പിടിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് കസേര ഇതൊക്കെ പറക്കിയിട്ട് ഞാൻ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം അടിച്ച് ആ തീയും കെടുത്തി. പക്ഷെ ആർക്കും അന്നത്തെ ദിവസം വലിയ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെറുതെന്ന് കരുതുന്ന ഒരു കാര്യങ്ങളും ചെറുതല്ല. എൻ്റെ കഥയിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആര് തീയിട്ടു, താക്കോൽ എപ്പോൾ കിട്ടി, താക്കോൽ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ. ഒരിക്കലും തീ ഇട്ടത് ഞാനല്ല. താക്കോൽ എനിക്ക് കിട്ടി. അന്ന് ഈ സംഭവം കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തു കേട്ടോ, ഇനി മേലെല്ലാവരും തീ ഇടത്തില്ലെന്ന്. കാരണം അന്ന് തീയിട്ട ആളിന് ജീവിതത്തിൽ തീയിടത്തില്ലെന്ന് എന്തായാലും ഉറപ്പിച്ചിരുന്നു. മഹാദുരന്തമാണ് ഒഴിഞ്ഞു പോയതെന്ന് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വലിയൊരു അപകടം കൺമുമ്പിൽ കണ്ടത് നേരിടാൻ പോകുന്നു എന്നുള്ള ആ ഒരു നിമിഷമുണ്ട്. ആ ഒരു നിമിഷം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അത് ഇങ്ങനെ അങ്ങ് തട്ടി മാറി പോയെന്ന് തന്നെ വേണം കരുതാൻ. അപ്പോൾ എല്ലാവരും വീട്ടിന്റെ പരിസരത്തോ എവിടെയെങ്കിലും ഒക്കെ തീയിടുമ്പോൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യുക. ഒരു അപകടം വരാൻ ഇത്ര പോലും സമയം വേണ്ട. ഈ നേരം എന്റെ സ്റ്റോറി കേട്ടിരുന്ന നല്ലവരായ കൂട്ടുകാർക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി. അടുത്ത കഥയുമായി ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.